നമസ്കാരം. ഒരു സന്തോഷ വാർത്ത പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുവർണയും ഭർത്താവും അവരുടെ കുഞ്ഞുമായിട്ട് ഞങ്ങളെ കാണാനെത്തി. കുഞ്ഞിന് 2 വയസ്സ് പ്രായം. ഒരുപാട് സന്തോഷം തോന്നി ആ നിമിഷങ്ങൾ. കാരണം സുവർണ കല്യാണം കഴിച്ച് 4.5 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. പ്രശ്നം എന്താണെന്നല്ലേ? സുവർണയ്ക്ക് കടുത്ത ഭയമായിരുന്നു ബന്ധപ്പെടാനായിട്ട്. ഭയം വളരെ കൂടിക്കഴിയുമ്പോൾ, ഒരു പെനിട്രേറ്റീവ് സെക്സിന് ശ്രമിക്കുമ്പോൾ ശരീരം മുഴുവൻ കോച്ചിപ്പിടിച്ച് ബലമായി ശക്തിയായിട്ട് ശരീരം ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കിടക്കും. കാലുകളൊക്കെ കൂട്ടി പിരിച്ച് ഭർത്താവിനോട് ഒരു തരത്തിലും സഹകരിക്കാത്ത അവസ്ഥയിൽ. പക്ഷേ ആൾക്ക് സഹകരിക്കണം എന്ന ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഭർത്താവിനെ തടയുക. പരിശോധനയിൽ മനസ്സിലായി ആ കുട്ടിക്ക് യോനി സങ്കോചം എന്ന് പറയുന്ന വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്താണ് വെജൈനിസ്മസ്? ഒരു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ വെജൈനയുടെ ഉപരിതലത്തിലുള്ള 1/2 ഭാഗവും ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ചുരുങ്ങി അടഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഒരു വസ്തു, ഒരു ഫിംഗറോ ഒരു പെനീസോ മറ്റൊരു വസ്തുവോ ഇടാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണ്. ഭയമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം. ഭയം നിമിത്തമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുമൂലം ലൈംഗിക ബന്ധം നടക്കാതിരിക്കും. അങ്ങനെ പല കേസുകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നതുകൊണ്ട് ബന്ധം നടക്കുന്നില്ല എന്നുള്ള പേരിൽ തന്നെ അനവധി വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നും കൂടി അങ്ങനെ ഒരു കേസ് കാണേണ്ട അവസ്ഥ വന്നു. ഒരാൾ കല്യാണം കഴിച്ചു, 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സായി. ഡൈവോഴ്സ് ആവാനുള്ള കാരണം എന്തെന്നല്ലേ? ഭർത്താവിന് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ ഭാര്യ കാലൊക്കെ ചേർത്ത് പിടിച്ചിട്ട് സഹകരിക്കാതെ ഇരിക്കുന്ന അവസ്ഥ. അവസാനം അത് ഡൈവോഴ്സിലേക്ക് നീങ്ങി. ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം 3-4 വർഷം കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കാനായിട്ട് ആൾക്ക് താല്പര്യമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഒരു ടെസ്റ്റുകൾ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സുവർണയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സുവർണയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. 2 ആഴ്ച എല്ലാ പരിശോധനകൾക്കും ശേഷം മറ്റു പലയിടത്തുനിന്നും ചികിത്സ തേടിയിട്ട് പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു 2 ആഴ്ച ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും സുവർണയ്ക്ക് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ പൂർണ്ണമായും ഇത് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ സുവർണയും ഭർത്താവും ചികിത്സയോട് പൂർണ്ണമായി സഹകരിച്ചു. 12 ദിവസം കൊണ്ട് ആ ചികിത്സ പൂർത്തിയാക്കി അവരെ ഡിസ്ചാർജ് ചെയ്യാനായിട്ടും കഴിഞ്ഞു. അതിനുശേഷം വീട്ടിൽ പോയിട്ടൊരിക്കൽ ഫോൺ ചെയ്ത് പറഞ്ഞു, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പിയായിട്ട് കഴിയുന്നു, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് കുഞ്ഞുമായിട്ട് ഞങ്ങളെ കാണാനെത്തിയത്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണിത്. അപ്പോൾ ആ നിമിഷം, ആ അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം വെജൈനിസ്മസിൻ്റെ പേരിൽ, ബന്ധപ്പെടാൻ ഭയമുള്ളതിൻ്റെ പേരിൽ, ബന്ധത്തിന് കഴിയാത്തതിൻ്റെ പേരിൽ വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്ന ധാരാളം പേരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. വിവാഹമോചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരമൊരു പ്രശ്നമാണെങ്കിൽ ചികിത്സിച്ച് മാറ്റണമെന്ന് 2 വ്യക്തികൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ 100% ചികിത്സയിലൂടെ അതിനെ പരിഹരിക്കാൻ സാധിക്കും. അതിന് ചികിത്സ തേടുക തന്നെ ചെയ്യുക.